ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വിസ്മയ കേസിലെ പ്രതി എസ് കിരൺകുമാർ സുപ്രീം കോടതിയെ സമീപിച്ചു. വിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ലെന്നും വിസ്മയുടെ ആത്മഹത്യയുമായി തന്നെ നേരിട്ട് ബന്ധിപ്പിക്കാൻ തെളിവുകളില്ല എന്നുമാണ് ഹർജിയിൽ കിരൺകുമാറിന്റെ വാദം. ഏകപക്ഷീയവും നീതിവിരുദ്ധവുമാണ് വിചാരണ കോടതിയുടെ വിധിയെന്നാണ് കിരൺകുമാർ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിലെ പ്രധാന വാദം. തനിക്കെതിരെ രേഖകളില്ല, തെളിവുകളുമില്ല, മരണവുമായി നേരിട്ട് ബന്ധിപ്പിക്കാൻ ഒരു കണ്ണിയുമില്ലെന്നാണ് കിരൺകുമാറിന്റെ ഹർജിയിലെ വാദം. ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്താനും മതിയായ തെളിവില്ല. എന്നിട്ടും തെറ്റായ വിചാരണയുടെ അടിസ്ഥാനത്തിൽ 10 വർഷത്തേക്ക് ശിക്ഷിച്ചു. ഇതിനകം 4 വർഷത്തെ ജയിൽ ശിക്ഷ പൂർത്തിയായി എന്നുമാണ് വിസ്മയുടെ ആത്മഹത്യാ കേസിലെ പ്രതി കിരൺകുമാറിന്റെ വാദം. ശിക്ഷാവിധി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി പിന്നീട് പരിഗണിക്കും. ഭർത്തൃപീഡനത്തെ തുടർന്ന് 2021 ജൂണിലാണ് BAMS വിദ്യാർത്ഥിനിയായ വിസ്മയ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ചത്. വിസ്മയുടെ ആത്മഹത്യയ്ക്ക് കാരണം ഭർത്താവിന്റെ പീഡനമാണ് എന്നായിരുന്നു ബന്ധുക്കളുടെ വാദം. 100 പവൻ സ്വർണവും 1.25 ഏക്കർ ഭൂമിയും ഒപ്പം 10 ലക്ഷം രൂപ വിലയിടുന്ന കാറും നൽകിയാണ് വിസ്മയെ കിരൺകുമാറിന് വിവാഹം ചെയ്തത്. എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ കൂടുതൽ സ്ത്രീധനത്തുക ആവശ്യപ്പെട്ട് കിരൺ വിസ്മയെ നിരന്തരം പീഡിപ്പിച്ചു. ഇക്കാര്യം വിസ്മയ മാതാപിതാക്കളോട് സൂചിപ്പിച്ചിരുന്നുവെങ്കിലും കുടുംബം അത് കാര്യമായി എടുത്തില്ല. ഒടുവിൽ ഭർത്തൃപീഡനം സഹിക്കവയ്യാതെ വിസ്മയ കിരണിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ചു. ഇതിനു പിന്നാലെ കിരൺകുമാറിനെ 1-ാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. കേസിൽ 10 വർഷത്തെ തടവും 12,55,000 രൂപ പിഴയുമാണ് വിചാരണ കോടതി കിരൺകുമാറിന് വിധിച്ചത്. ഡിസംബർ 30 മുതൽ 1 മാസത്തെ പരോളിലാണ് പ്രതിയായ കിരൺകുമാർ. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.